നമ്മുടെ വീട്ടിലെ താമര വിരിഞ്ഞിട്ട് ഇപ്പോൾ 2-3 ദിവസം ആയിട്ടുണ്ട്. അപ്പം ഞാനിത് അമ്പലത്തിൽ കൊടുത്തേക്കാമെന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. വൈകിട്ട് അമ്പലത്തിൽ പോകാനേ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ പോകാമെന്ന് കരുതി. പക്ഷേ രാവിലെ ഇന്ന് പോകാനും പറ്റിയില്ല. അപ്പോൾ ഇന്ന് വൈകിട്ട് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജീവനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് പോകാനാണ് പ്ലാന്. അപ്പോൾ ഇന്ന് വൈകിട്ടും നല്ല മഴയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ മഴ നമ്മൾ വകവയ്ക്കാതെ ഇന്ന് തന്നെ പോകാമെന്ന് കരുതി. ഇന്നാണ് കേട്ടോ ഇത് നന്നായിട്ട് വിടർന്നത്. അടിയിലത്തെ ചില ഇതളുകൾ മഴ പെയ്ത് പോയതാണേ. അപ്പോൾ ഇത് നമുക്കിനി കട്ട് ചെയ്ത് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാം. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് തണ്ടോട് കൂടിയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാം. മഴ പെയ്ത് തോന്നുന്നത് കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ലപോലെ മഴച്ചാറ്റലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അമ്പലത്തിൽ ദീപാരാധന ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി വേഗം തന്നെ പൂവൊക്കെ വെച്ചിട്ടുണ്ട്. പൂവൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് ദീപാരാധനയും കണ്ടു തൊഴുതതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോഴും മഴ ചാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം വരുന്നത്. ശിവപാർവതി ക്ഷേത്രമാണ്. നമ്മൾ കൊട്ടാരം അമ്പലം എന്നൊക്കെ പറയും കേട്ടോ. ഇപ്പോഴും നല്ല മിന്നലും കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്. ഇനിയും മഴക്കോൾ കൂടി വരികയാണ്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.